നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇങ്ങനെയൊരു മുതല് അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞോ? പറഞ്ഞു. എനിക്കിപ്പോഴൊരു സമാധാനായത്. എന്നെ ഫോണിൽ കിട്ടാത്തതിന്റെ ഒരു ടെൻഷൻ അത്രേ ഉള്ളൂ. ഓ, പിന്നെ ഞാൻ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ. ഞാൻ ഉണ്ടല്ലോ ദേവിയന്റിന്റെ കൂടെ. അച്ചോടാ, പിന്നല്ലാതെ. ആ അച്ഛനും അമ്മയാ ദേവികയുടെ ഏറ്റവും വലിയ ഭാഗ്യം. അതെ. നിരഞ്ജൻ ഡോക്ടർക്ക് ജയശങ്കർ സാറും ഞാനും ഉള്ളതുപോലെ. നമുക്കിറങ്ങിയാലോ? കേറ്. വാ. പൂജാരി വളവ് ബെസ്റ്റ് സ്പോട്ടാ. അവരെ ഞാൻ അടിച്ച് പപ്പടം ആയിക്കോളാം. അല്പം വേഗത്തിൽ പോകാൻ സ്വാമി. ദേവിക ഒരുപാട് വൈകിപ്പിക്കണ്ട. വേഗം പോകും. ഇടത് കണ്ണ് തുടിക്കുന്നു, എന്തോ ഒരു അപകടം വരുന്നത് പോലെ. ഒന്നും പേടിക്കണ്ട സ്വാമിയേട്ടാ, നമുക്ക് കൂട്ടിന് സുധിയേട്ടന്റെ ആത്മാവുണ്ട്. വിഷു ഇല്ലാത്ത നമുക്കെന്തിനാ ഈ വിഷുക്കോടിയൊക്കെ? ഇതാ ദേവികുമോള് നമുക്ക് വേണ്ടി വാങ്ങിയതല്ലേ ഏട്ടാ. സന്തോഷത്തോടെ തരുമ്പോ എങ്ങനെയാ ശങ്കരേട്ടാ വേണ്ടെന്ന് പറയുന്നേ? സമ്മാനം സ്വീകരിച്ചതിൽ തെറ്റൊന്നുമില്ല. അത് നല്ല ഗുരുത്തമുള്ളൊരു കൊച്ച. പക്ഷേ നിന്റെ ആ പരിഷ്കാരി മരുമകളുടെ കയ്യിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടിയിട്ടുണ്ടോ ദേവൂട്ടി? നടക്കാത്ത കാര്യങ്ങള് നമ്മളായിട്ട് എന്തിനാ ഏട്ടാ ആശിക്കുന്നത്? ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയാനാവില്ല. കിട്ടിയിട്ടുണ്ടല്ലോ ആവശ്യത്തിന് പരിഹാസവും കുത്തുവാക്കുകളൊക്കെ. അവള് മാറും ശങ്കരേട്ടാ, എനിക്കത് ഉറപ്പാ. പ്രാർത്ഥിക്ക് നല്ല ബുദ്ധി തെളിയാൻ. വല്ലപ്പോഴും കാണുന്ന നമ്മളോട് ഇങ്ങനെയാണ് പെരുമാറ്റമെങ്കിൽ പാവം മരുമോൻ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. ഭദ്രമായിട്ട് വെച്ചോ. എന്റെ പൊന്നുമണി വരുന്നെന്ന് ഞാനിതിടും. പുത്തൻകോടി അല്ലെങ്കിൽ ഇതേപോലെ ഒരു പുത്തൻകോടി പൊതിച്ച്
ഞാൻ ഈ ഉമ്മറത്ത് കിടക്കും. ശങ്കരേട്ടാ, രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കും. പെങ്ങള് സങ്കടപ്പെട്ടിരിക്കുകയാണോ? ഓ, കൊച്ചുങ്ങള് പോയപ്പോ മനസ്സിനകത്ത് ഒന്നും ഇല്ലാതായതുപോലെ. ഒരു ദിവസമെങ്കിലും നിന്നിട്ട് പോയാ പോരായിരുന്നു അവർക്ക്. നിരഞ്ജനും ആഗ്രഹം കാണും. പക്ഷെ ദേവിയെ കൊച്ചു കൂടെ അല്ലയോ? അന്യ വീട്ടിലെ പെങ്കൊച്ചല്ലിയോള് മറ്റൊരു വീട്ടിൽ, അതും ഒരു ബന്ധമില്ലാത്തവർക്കൊപ്പം അവരുടെ വീട്ടിൽ അതിൻ്റെ വീട്ടുകാർ സമ്മതിക്കുമോ പെങ്ങളെ? പിന്നെ ശ്രുതിമോള്, മോൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ നിൽക്കാൻ. കായലിലൂടെ എന്നെ ഒന്ന് വള്ളത്തിൽ കൊണ്ടുപോണേ അപ്പൂപ്പ എന്നൊക്കെ എന്നോട് ചെവി പറഞ്ഞതാ. പാവം, വലിയവരുടെ മത്സരങ്ങൾക്കിടയിൽ എപ്പോഴും ഞെരിഞ്ഞമർന്നു പോകുന്നത് കുഞ്ഞുങ്ങളാണല്ലോ. അക്ഷരമോളും കൂടി വന്നിരുന്നെങ്കിൽ എത്ര നന്നായാനെ, അല്ലേ ഏട്ടാ? എന്തിനാ പെങ്ങളെ ഒരിക്കലും നടക്കാത്ത സ്വപ്നവും ചുമന്നുകൊണ്ട് അവനവന്റെ ചുമല് വേദനിപ്പിക്കുന്നത്? എന്നായാലും അവൾ എന്നെ സ്നേഹത്തോടെ അമ്മയെന്ന് വിളിക്കുന്നത് കേട്ടിട്ട് എന്റെ കണ്ണടയൂ. അപ്പൊ പിന്നെ കൽപ്പാന്ത കാലത്തോളം പെങ്ങളുടെ കണ്ണ് തുറന്നു തന്നെ ഇരിക്കും. നമുക്ക് പറ്റിയൊരു അബദ്ധ ആ പെണ്ണുമായി നിരഞ്ജനൊരു ബന്ധമുണ്ടാക്കിയത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി അവനൊരു അറവുമാടായി എന്ന് പറയുന്നതാണ് സത്യം. ശങ്കരേട്ടൻ ഓർക്കുന്നില്ലേ, കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വള്ളത്തിൽ 2 കുടുംബങ്ങളാ ഈ സാമ്പ്രാണിക്കൊടിയിലേക്ക് വന്നത്. ഒരു വെള്ളപ്പൊക്കത്തില് നിരഞ്ജന്റെ അച്ഛനും ഏട്ടന്റെ ഭാര്യ സുമയും പോയി. ജനറൽ ആസ്പത്രി മോർച്ചറിയുടെ മുൻപിൽ പരസ്പരം ചേർത്ത് പിടിച്ചെന്ന് കരയുമ്പോഴാ ജയശങ്കർ സാറിനെ ആദ്യമായി കാണുന്നത്. പഠിക്കാൻ മിടുക്കനായ നിരഞ്ജനെ സാർ ഏറ്റെടുത്തു, സ്വന്തം മകനെ പോലെ. സ്വന്തം മകളുടെ ഭാവി ഏറ്റെടുക്കാൻ സാറ് പറഞ്ഞപ്പോ അവന് തള്ളിക്കളയാനാവുമോ ഏട്ടാ? അതല്ലേ കടപ്പാട്? ചില കടപ്പാടുകൾ കഴുത്തിൽ വെച്ച് കെട്ടിയ നുകം പോലെ. അതൊക്കെ പോട്ടെ, ഞാനൊന്ന് കുമാരന്റെ ഷാപ്പ് വരെ പോവുക. വൈകിട്ടത്തെ അറ്റൻഡൻസ് വെച്ചില്ലെന്ന് വേണ്ട. ഇന്നിനി പോണ്ട ഏട്ടാ, ഇന്നൊരു സന്തോഷമുള്ള ദിവസമല്ലേ, നിരഞ്ജനും മോളും ഒക്കെ വന്നല്ലേ. പെങ്ങളെ രാവിലെ കുടിച്ചത് പൊന്നുമണി ഓർത്തുള്ള സങ്കടം കൊണ്ട്, ഇപ്പൊ കുടിക്കാൻ പോണത് മരുമോൻ വന്ന സന്തോഷം കൊണ്ട്. ആ പെങ്ങളെ, ഇത്തിരി കഞ്ഞിട്ട് വെച്ചേക്കണേ. അരിയും ചെറുപയറും ഒന്നിച്ചിട്ടാ മതി. കൂടെ ഇത്തിരി ഉലുവയും കൂടി ഇട്ടേക്ക്. കിടക്കട്ടെ ഒരു കൂട്ടിന്. പോയിട്ട് വേഗം വരാം. വന്നോ മോളെ അവള്? ഇതേ കണ്ടില്ലേ, ധൂമകേതു. പറയാനുള്ളത് നീ അങ്ങ് കണ്ണും പൂട്ടി പറഞ്ഞേക്കണം. കാരണം ഇനി ജീവിതം ജീവിച്ചു തീർക്കാനുള്ളത് നീയാ. മുത്തശ്ശി കൂടെ നിന്നാ മതി, ബാക്കി ഞാൻ ഏറ്റു. ഞാൻ എപ്പോഴും നിന്റെ കൂടെ അല്ലേ? നീ ചെല്ല്.